ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വോളിയം എന്ന ചാപ്റ്ററിലെ പേജ് നമ്പർ 43ലെ പ്രവൃത്തി പരിചയമാണ് ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ചോദ്യം ഇതാണ്: ഒരു ലോറിയിൽ നിറച്ചിരിക്കുന്ന മണലിന്റെ വിലയാണ് നമുക്ക് കാണേണ്ടത്. അതിനുവേണ്ടി ഇവിടെ തന്നിരിക്കുന്ന അളവുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 4 മീറ്റർ നീളത്തിലും 2 മീറ്റർ വീതിയിലും 1 മീറ്റർ ഉയരത്തിലുമാണ് മണൽ നിറച്ചിരിക്കുന്നത്. മൊത്തം മണലിന്റെ വില അറിയണമെങ്കിൽ അതിൽ എത്ര മണലുണ്ടെന്ന് അറിഞ്ഞിരിക്കണം. അതിനുവേണ്ടി നമ്മളിവിടെ കാണേണ്ടത് വ്യാപ്തമാണ്. അപ്പോൾ വോളിയത്തിന്റെ ഇക്വേഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം. ലെങ്ത് ഇൻറ്റു വിഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ആണ് അല്ലെ. വ്യാപ്തം കാണാൻ നീളം ഇൻറ്റു വീതി ഇൻറ്റു ഉയരമാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ആദ്യമേ തന്നിരിക്കുന്നത്. ഇവിടെ നമുക്ക് വ്യാപ്തം കാണാം. 4 ഇൻറ്റു 2 ഇൻറ്റു 1 ഗുണിച്ചാൽ കിട്ടുന്നത് 8 ആണ്. ഇവിടെ എന്താണ് എഴുതേണ്ടത്? ക്യൂബിക് മീറ്റർ എന്നാണ് എഴുതേണ്ടത്. അതായത് ഘനമീറ്റർ എന്നാണ് എഴുതേണ്ടത്. കാരണം എല്ലാ അളവുകളും നമുക്ക് തന്നിരിക്കുന്നത് മീറ്ററിലാണ്. പിന്നീട് എന്താണ് ചെയ്യേണ്ടത്? ഒരു ഘനമീറ്റർ മണലിന് 1000 രൂപയാണെന്ന് അറിയാം. അപ്പോൾ 8 ഘനമീറ്ററിന് എന്താണ് ടോട്ടൽ പ്രൈസ് കാണാൻ 8 ഇൻറ്റു 1000 8000 എന്ന് ഉത്തരം കിട്ടും. രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ ചെറിയ ചില മാറ്റങ്ങളുണ്ട്. എല്ലാവരും ഒന്ന് നോട്ട് ചെയ്യുക. നമുക്ക് നീളം തന്നിരിക്കുന്നത് 6 മീറ്റർ ആണ്. വീതി തന്നിരിക്കുന്നതോ 1 മീറ്റർ. പക്ഷെ ഇവിടെ ഉയരം തന്നിരിക്കുന്നത് 50 സെന്റിമീറ്ററിലാണ്. അതായത് നീളവും വീതിയും മീറ്ററിലാണ് തന്നിരിക്കുന്നത്, ഉയരം സെന്റിമീറ്ററാണ് തന്നിരിക്കുന്നത്. തന്നിരിക്കുന്ന അളവുകൾ നമുക്ക് ഇവിടെ എഴുതാം. ലെങ്ത് തന്നിരിക്കുന്നത് 6 മീറ്റർ ആണ്. വിഡ്ത്ത് തന്നിരിക്കുന്നത് 1 മീറ്റർ ആണ്. ഹൈറ്റ് തന്നിരിക്കുന്നത് 50 സെന്റിമീറ്റർ ആണ്. എല്ലാവരും അറിഞ്ഞിരിക്കണം, ഒരു മീറ്റർ എന്ന് പറഞ്ഞാൽ 100 സെന്റിമീറ്റർ ആണ്. അപ്പോൾ 6 മീറ്ററിനെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? 6 ഇൻറ്റു 100, അതായത് 600 സെന്റിമീറ്റർ എന്ന് എഴുതാം. അതേപോലെ 1 മീറ്ററിനെ 1 ഇൻറ്റു 100 ഈക്വൽ ടു 100 സെന്റിമീറ്റർ എന്ന് എഴുതാം. ഹൈറ്റ് തന്നിരിക്കുന്നത് സെന്റിമീറ്റർ തന്നെയാണ്, അതുകൊണ്ട് അത് മാറ്റേണ്ട ആവശ്യമില്ല. 50 സെന്റിമീറ്റർ എന്ന് എഴുതാം. ഇപ്പോൾ എല്ലാ അളവുകളും നമുക്ക് സെന്റിമീറ്റർ കിട്ടിക്കഴിഞ്ഞു. ഇനി എന്താണ്? വോളിയം കാണാം. വോളിയം കാണാൻ ലെങ്ത് ഇൻറ്റു വിഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ഗുണനം എല്ലാവർക്കും നല്ല രീതിയിൽ തന്നെ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇവിടെ ആൻസർ വരുന്നത് 30 ലാക്ക് അഥവാ 30 ലക്ഷം ക്യൂബിക് സെന്റിമീറ്റർ ആണ്. ഒരു എളുപ്പവഴി പറയാം. ഇവിടെ 600 ഇൻറ്റു 100 ഇൻറ്റു 50 ആണ് നമുക്ക് ചെയ്യേണ്ടത്. ഇത് വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്യാൻ കഴിയും. അത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ആദ്യം നമ്മൾ 600 ഇൻറ്റു 100 കൊണ്ടാണ് ഗുണിക്കുന്നതെന്ന് കരുതുക. ഇവിടെ എത്ര പൂജ്യമാണുള്ളത്? 4 പൂജ്യമാണുള്ളത് അല്ലേ. ആ 4 പൂജ്യം നമുക്ക് അതേപോലെ തന്നെ എടുത്ത് എഴുതാം. അതിനുശേഷം 1 ഇൻറ്റു 6 എന്താണ് വരുന്നത്? 6 അല്ലെ. പിന്നെ എത്ര കൊണ്ടാണ് ഗുണിക്കേണ്ടത്? 50 കൊണ്ടാണ് ഗുണിക്കേണ്ടത്. 50 കൊണ്ട് ഗുണിക്കുമ്പോൾ മൊത്തം എത്ര പൂജ്യം വന്നു? 5 പൂജ്യമാണ് വരുന്നത്. 5 പൂജ്യം നമുക്ക് അവിടെ എഴുതാം. 1 2 3 4 5 പൂജ്യമായി അല്ലെ. ഇനി നമുക്ക് എന്ത് എഴുതാം? 6 ഇൻറ്റു 5 എത്രയാണ് വരുന്നത്? 30. ഇപ്പോൾ ടോട്ടൽ വരുന്നത് 30 ലാക്ക് അഥവാ 30 ലക്ഷമാണ്. ഇതേപോലെ വളരെ ഈസി ആയിട്ട് ഗുണനം ചെയ്യാൻ കഴിയും. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഇവിടെയും തന്നിരിക്കുന്നത് എങ്ങനെയാണ്? 5 മീറ്റർ നീളം തന്നിട്ടുണ്ട്, 1 മീറ്റർ വീതി തന്നിട്ടുണ്ട്, പിന്നെ 25 സെന്റിമീറ്റർ ഉയരവും. അപ്പോൾ നീളവും വീതിയും മീറ്ററിലാണ് തന്നിരിക്കുന്നത്, ഉയരം തന്നിരിക്കുന്നത് സെന്റിമീറ്ററിലാണ്. ഇവിടെ എന്താണ്? നീളവും വീതിയും സെന്റിമീറ്ററിലേക്ക് മാറ്റണം. അപ്പോൾ ലെങ്ത് വരുന്നത് 5 ഇൻറ്റു 100 500 സെന്റിമീറ്റർ എന്നായിരിക്കും. വിഡ്ത്ത് വരുന്നത് എത്രയാണ്? 1 ഇൻറ്റു 100 എത്രയാണ്? 100 സെന്റിമീറ്റർ എന്ന് എഴുതാം. ഉയരം 25 സെന്റിമീറ്റർ ആണ്. അത് അതേപോലെ തന്നെ താഴത്തേക്ക് എഴുതാം. ഹൈറ്റ് വരുന്നത് 25 സെന്റിമീറ്റർ. അടുത്തത് എന്താണ്? നമുക്ക് കാണേണ്ടത് വോളിയമാണ്. വോളിയം കാണാൻ 500 ഇൻറ്റു 100 ഇൻറ്റു 25 നമ്മൾ ചെയ്യേണ്ടത് അല്ലേ. ഇത് മൂന്നും തമ്മിൽ ഗുണിക്കേണ്ടി വരും. അപ്പൊ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ എത്ര പൂജ്യമാണുള്ളത്? 4 പൂജ്യമാണ് ഉള്ളത്. പൂജ്യങ്ങൾ അവിടെ നിൽക്കട്ടെ. ബാക്കിയുള്ളത് എന്താണ്? 5 ഇൻറ്റു 1 ഇൻറ്റു 25 4 പൂജ്യം കൂടെ ഇവിടെ എഴുതി വയ്ക്കാം. മറന്നു പോകാതിരിക്കാൻ വേണ്ടിയാണ് ഇവിടെ എഴുതി വയ്ക്കുന്നത്. ഓർമ്മയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ ആവശ്യമില്ല. 5 ഇൻറ്റു 1 ഇൻറ്റു 25 കണ്ടാൽ മതി. 5 ഇൻറ്റു 1 5 തന്നെയാണ്. 5 ഇൻറ്റു 25 125. പിന്നീട് 4 പൂജ്യം കൂടി ചേർക്കാം. ഇങ്ങനെയുള്ള സംഖ്യകൾ വന്നാൽ എങ്ങനെയാണ് ഈസി ആയിട്ട് ഗുണിക്കേണ്ടതെന്ന് എല്ലാവർക്കും മനസ്സിലായില്ലേ. ഇനി നമുക്ക് വോളിയം കാണാം. 500 ഇൻറ്റു 100 ഇൻറ്റു 25 നമുക്ക് ഓൾറെഡി ആൻസർ കിട്ടിയതാണ്. അത് അവിടെ ഡയറക്റ്റ് എഴുതാം. എത്രയാണ് വരുന്നത്? 12,50,000 വരുന്നത്. ക്വസ്റ്റ്യനിലേക്ക് ഒന്നുകൂടെ നോക്കാം. ഇവിടെ ഒരു ഘനമീറ്റർ അതായത് ഒരു ക്യൂബിക് മീറ്ററിന് 60,000 രൂപയാണെന്നാണ് തന്നത്. നമുക്കിപ്പോൾ ആൻസർ കിട്ടിയിരിക്കുന്നത് വോളിയം എന്തിലാണ് കിട്ടിയത്? ക്യൂബിക് സെന്റിമീറ്ററിലാണ് കിട്ടിയത്. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ക്യൂബിക് സെന്റിമീറ്ററിനെ ക്യൂബിക് മീറ്ററിലേക്ക് മാറ്റി എഴുതണം. അതെങ്ങനെയാണ് എഴുതേണ്ടത്? കൂട്ടുകാർക്ക് അറിയാമോ? പറയാം. ഇതെപ്പോഴും ഓർമ്മിച്ച് വെക്കണം. 1 ക്യൂബിക് മീറ്റർ എന്ന് പറയുന്നത് 10 ലാക്ക് ക്യൂബിക് സെന്റിമീറ്റർ ആണ്.
നമുക്ക് കിട്ടിയിരിക്കുന്ന ആൻസറിനെ ക്യൂബിക് മീറ്ററിലേക്ക് മാറ്റാൻ 12,50,000-നെ 10 ലക്ഷം കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണ് വേണ്ടത്. എന്താ ചെയ്തുകൂടെ? ഇത്ര വലിയ സംഖ്യ കൊണ്ട് ഹരിക്കാൻ പറ്റുമോ എന്നാണോ? പേടിക്കേണ്ട, അതിനും മാർഗമുണ്ട്. എന്താണ് ചെയ്യുക? നമുക്ക് റൈറ്റ് സൈഡിലേക്ക് മാറ്റി എഴുതാം. 12,50,000 ഡിവൈഡഡ് ബൈ 10 ലാക്ക്. ഇവിടെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം എന്താണ്? ഒരുപാട് പൂജ്യങ്ങൾ ഇവിടെയുണ്ട് അല്ലേ? ആ പൂജ്യങ്ങൾ ഇപ്പം ഒന്നൊന്നായിട്ട് നമുക്ക് വെട്ടിക്കളയാം. അതായത് താഴെ ഒരു പൂജ്യത്തിന് വെട്ടുമ്പോൾ അതുപോലെ തന്നെ മുകളിൽ ഒരു പൂജ്യത്തെ വെട്ടുക. അങ്ങനെ എത്ര പൂജ്യങ്ങൾ നമുക്ക് വെട്ടാൻ കഴിയും? 4 പൂജ്യങ്ങൾ വെട്ടാൻ കഴിയും അല്ലേ? ഇപ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമായി അല്ലേ? താഴെയുള്ളത് 100 മുകളിലുള്ളത് 125 രണ്ടും 25ന്റെ ഗുണിതങ്ങളാണ്. 100ൽ 4 25 ഉണ്ടാവും, അതേപോലെ തന്നെ 125ൽ 5 25 ഉണ്ടാവും. അപ്പോൾ ആൻസർ കിട്ടുന്നത് എന്താണ്? 5/4 ക്യൂബിക് മീറ്റർ എന്നാണ്. ഇനി നമുക്ക് ടോട്ടൽ പ്രൈസ് കാണാം. ടോട്ടൽ പ്രൈസ് കാണാൻ 5/4 ഇൻറ്റു 60,000 വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് രണ്ട് രീതിയിൽ ചെയ്യാൻ കഴിയും. 5നെ 60,000 കൊണ്ട് ഗുണിച്ചതിന് ശേഷം 4 കൊണ്ട് ഹരിക്കുക, അല്ലെങ്കിൽ 60,000-നെ 4 കൊണ്ട് ഹരിച്ചതിന് ശേഷം അതിനെ 5 കൊണ്ട് ഗുണിക്കുക. ഞാനിവിടെ 5നെ 60,000 കൊണ്ട് ഗുണിക്കുകയാണ്. അപ്പോൾ ആദ്യം എന്താണ് ചെയ്യുന്നത്? 4 പൂജ്യം അവിടെ എഴുതി, അതിനുശേഷം 5 ഇൻറ്റു 6 കാണുക. 5നെ 6 കൊണ്ട് ഗുണിച്ചാൽ 30 കിട്ടും. അത് ഇവിടെ എഴുതാം. പിന്നെന്താണ്? ഇതിനെ 4 കൊണ്ട് ഹരിക്കണം. സൈഡിലായിട്ട് ഹരിക്കാം. 30ൽ എത്ര പ്രാവശ്യമാണ് പോവുക? 7 പ്രാവശ്യമാണ് പോകുന്നത്. 4 7 28 അപ്പം ബാക്കി വരുന്നത് 2. ഒരു പൂജ്യം താഴത്തേക്ക് ഇറക്കി വയ്ക്കാം. അപ്പോൾ എത്രയാണ്? 5 കൊണ്ട് ഗുണിച്ചാൽ 5 ഇൻറ്റു 4 20 കിട്ടും അല്ലേ? ഇനി ഹരിക്കേണ്ട ആവശ്യമില്ല. ഇനി എപ്പോഴെന്താണ് ചെയ്യേണ്ടത്? ബാക്കി വരുന്ന 3 പൂജ്യം നമുക്ക് അതേപോലെ മുകളിലേക്ക് എഴുതാം. ആൻസർ കിട്ടുന്നത് എത്രയാണ്? 75,000 രൂപയായിരിക്കും. ഇവിടെ എല്ലാവരും ക്വസ്റ്റ്യൻ വളരെ ശ്രദ്ധിച്ച് വായിക്കണം. കാരണം ക്യൂബിക് സെന്റിമീറ്ററും ക്യൂബിക് മീറ്ററും നിങ്ങളോട് മാറിപ്പോകരുത്. അടുത്തായിട്ട് നമ്മൾ പേജ് നമ്പർ 45-ലെ 5 ക്വസ്റ്റ്യനുകളാണ് നോക്കുന്നത്. എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി 2 പിക്ചറുകൾ ഞാൻ വരച്ചു വെച്ചിട്ടുണ്ട്. ആദ്യം എന്താണ് പറഞ്ഞിരിക്കുന്നത്? 4 സെന്റിമീറ്റർ ഉള്ളളവുള്ള ഒരു ബോക്സ്, അതാണ് ഞാനിവിടെ വരച്ചിരിക്കുന്നത്. ഇതിന്റെ ഇന്നർ ഡയമെൻഷനാണ് തന്നിരിക്കുന്നത്. ഉള്ളിലുള്ള ഉയരം, നീളം, വീതി ഇവയൊക്കെ എന്താണ്? 4 സെന്റിമീറ്റർ ആണ്. പെട്ടിയുടെ ഉള്ളളവ് അഥവാ കപ്പാസിറ്റിയാണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വ്യാപ്തമാണ് നമ്മൾ കാണേണ്ടത്. വോളിയം അഥവാ വ്യാപ്തം കാണാം. 4 ഇൻറ്റു 4 ഇൻറ്റു 4. ഉത്തരം കിട്ടുന്നത് എത്രയാണ്? 64 ക്യൂബിക് സെന്റിമീറ്റർ. എല്ലാവർക്കും മനസ്സിലായില്ലേ? വോളിയം കണ്ടു. ഇനി എന്താണ് കാണേണ്ടത്? 2 സെന്റിമീറ്റർ നീളവും വീതിയും ഉയരവുമുള്ള ചെറിയ ക്യൂബുകൾ വലിയ പെട്ടിയിലേക്ക് നമുക്ക് അടുക്കി വയ്ക്കണം. അങ്ങനെ അടുക്കി വെച്ചാൽ എത്ര ക്യൂബുകൾ അടുക്കി വെക്കാം എന്നാണ് അറിയേണ്ടത്. അപ്പോൾ ചെറിയ ക്യൂബിന്റെ വോളിയം കാണണം. എന്തായിരിക്കും കിട്ടുന്നത്? 2 ഇൻറ്റു 2 ഇൻറ്റു 2. ആൻസർ വരുന്നത് എന്താണ്? 8 ക്യൂബിക് സെന്റിമീറ്റർ. എത്ര ചെറിയ ക്യൂബുകൾ വലിയ പെട്ടിയിലേക്ക് അടുക്കി വയ്ക്കാൻ കഴിയുമെന്ന ഉത്തരം കണ്ടെത്താൻ വേണ്ടി 64-നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അതായത് 8 ചെറിയ ക്യൂബുകളാണ് വലിയ പെട്ടിയിലേക്ക് വെക്കാൻ കഴിയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ചതുരപ്പെട്ടിയാണ് തന്നിരിക്കുന്നത്. അതിന്റെ ഉള്ളളവുകൾ എത്രയാണ്? 70 സെന്റിമീറ്റർ, 80 സെന്റിമീറ്റർ, 90 സെന്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ ഇതിൽ എത്ര ലിറ്റർ വെള്ളം കൊള്ളുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അവിടെയാണ് ചെറിയൊരു മാറ്റമുള്ളത്. എല്ലാ അളവുകളും തന്നിരിക്കുന്നത് സെന്റിമീറ്ററിലാണ്, പിന്നീട് ലിറ്ററിലാണ് അതിന്റെ അളവ് ചോദിച്ചിരിക്കുന്നത്. ആദ്യം നമ്മൾ എന്താണ്? വോളിയമാണ് കാണുന്നത്. ഇനി വോളിയം എന്ന് എഴുതുന്നില്ലെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? കപ്പാസിറ്റി എന്ന് എഴുതാം. രണ്ടും ഒന്ന് തന്നെയാണ്. അതായത് ലെങ്ത് ഇൻറ്റു ഹൈറ്റ് ഇൻറ്റു വിഡ്ത്ത് തന്നെയാണ് വരുന്നത്. ഇനി മലയാളത്തിലാണ് എഴുതുന്നതെങ്കിൽ ഇതിന്റെ ഉള്ളളവ് എന്ന് പറയാം. ഇതേ രീതിയിൽ തന്നെയാണ് ആൻസർ വരുന്നത്. ഇവിടെ എന്താണ്? 70 ഇൻറ്റു 80 ഇൻറ്റു 90 നമുക്ക് ചെയ്യേണ്ടത്. ഗുണിക്കുമ്പോൾ ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് ആ 3 പൂജ്യങ്ങളും മാറ്റി വയ്ക്കാം. പിന്നീട് ചെയ്യുന്നത് 7 ഇൻറ്റു 8 ഇൻറ്റു 9 ആണ്. 7 നമുക്ക് എന്താണ്? 56 അറിയാം. പിന്നെ 56-നെ 9 കൊണ്ട് ഗുണിക്കണം. 6 ഇൻറ്റു 9 വരുന്നത് 54 4 വരും, 5 ബാക്കി വരുന്നതാണ്. 5 ഇൻറ്റു 9 എന്താണ്? 45 45ന്റെ കൂടെ ബാക്കി വരുന്ന 5 കൂട്ടിയാൽ 50 കിട്ടും. അവിടെ കിട്ടുന്നത് എത്രയാണ്? ഗുണിച്ചാൽ കിട്ടുന്നത് 504. അപ്പോൾ 504-ന്റെ കൂടെ 3 പൂജ്യം കൂടെ ചേർക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് കപ്പാസിറ്റി കിട്ടിക്കഴിഞ്ഞു. കപ്പാസിറ്റി എത്രയാണ് കിട്ടിയത് നമുക്ക് ഇവിടെ എഴുതാം. അത് വരുന്നത് എന്താണ്? ക്യൂബിക് സെന്റിമീറ്ററിലാണ് വരുന്നത്. അപ്പോൾ നമുക്ക് എത്ര ലിറ്റർ വെള്ളം കിട്ടുമെന്നാണ് കാണേണ്ടത് അല്ലേ? അത് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ്? 1 ലിറ്റർ എന്ന് പറഞ്ഞാൽ 1000 ക്യൂബിക് സെന്റിമീറ്റർ ആണ്. അത് നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും. അഥവാ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടെ ഓർമ്മയിലിരിക്കട്ടെ. 1 ലിറ്റർ എന്ന് പറയുന്നത് 1000 ക്യൂബിക് സെന്റിമീറ്റർ ആണ്. ചതുരപ്പെട്ടിയിൽ ഉൾക്കൊള്ളിക്കാവുന്ന വെള്ളം എത്ര ലിറ്റർ ആണെന്ന് അറിയാൻ വേണ്ടി എന്താണ് ചെയ്യേണ്ടത്? നമുക്ക് കിട്ടിയിരിക്കുന്ന ആൻസറിനെ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താണ്? താഴെയും 3 പൂജ്യമുണ്ട്, മുകളിലും 3 പൂജ്യമുണ്ട്. അത് നമ്മൾക്ക് വെട്ടിക്കളയാം. പിന്നീട് വരുന്നത് 504 ആണ്. അപ്പോൾ ആൻസർ എത്രയാണ് കിട്ടുന്നത്? 504 ലിറ്റർ എന്നായിരിക്കും.
വ്യത്യസ്തമായ ഒരു ചോദ്യമാണ് അടുത്തത്. ഇവിടെ 90 സെന്റിമീറ്റർ നീളത്തിലും 40 സെന്റിമീറ്റർ വീതിയിലും ഒരു ടാങ്ക് ഉണ്ട്. അതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന എത്രയാണ്? 180 ലിറ്റർ വെള്ളമാണ് ഉള്ളത്. അപ്പോൾ ഇതിന്റെ ഉയരമാണ് നമുക്ക് കാണേണ്ടത്. തന്നിരിക്കുന്ന അളവുകൾ ഇവിടെ എഴുതാം. ലെങ്ത് എത്രയാണ് തന്നിരിക്കുന്നത്? 90 സെന്റിമീറ്റർ ആണ്. പിന്നീട് എന്താണ് കിട്ടിയിരിക്കുന്നത്? വിഡ്ത്ത് 40 സെന്റിമീറ്റർ ആണ്. പക്ഷെ ഹൈറ്റ് നമുക്കറിയില്ല. ഹൈറ്റിന് പകരം എന്താണ് തന്നിരിക്കുന്നത്? ഇതിന്റെ കപ്പാസിറ്റിയാണ്. അതിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന വെള്ളത്തിന്റെ അളവാണ് തന്നിരിക്കുന്നത്. അതെത്രയാണ്? 180 ലിറ്റർ ആണ് അല്ലേ? ബാക്കിയൊക്കെ എന്താണ്? സെന്റിമീറ്ററിലാണ് വരുന്നത്. ഇവിടെ 180 ലിറ്റർ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇക്വേഷൻ അറിയാം. 1 ലിറ്റർ ഈക്വൽ ടു 1000 ക്യൂബിക് സെന്റിമീറ്റർ ആണ്. അപ്പൊ ഇവിടെ ലിറ്ററിനെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? 180 ഇൻറ്റു 1000 എന്ന് മാറ്റി എഴുതാം. അത്രയും ക്യൂബിക് സെന്റിമീറ്റർ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഹൈറ്റ് കാണാൻ വേണ്ടി ഇവിടെ ഒരു സൂത്രവാക്യം നമ്മൾ പ്രയോഗിക്കുകയാണ്. എന്താണ്? ലെങ്ത് ഇൻറ്റു വിഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ഈക്വൽ ടു എന്താണ്? കപ്പാസിറ്റി അഥവാ വോളിയമാണ്. കാണേണ്ടത് എന്താണ്? ഹൈറ്റ് ആണ്. അപ്പോൾ ഹൈറ്റ് ഈക്വൽ ടു എന്തായിരിക്കും? കപ്പാസിറ്റി ഡിവൈഡ് ബൈ ലെങ്ത് ഇൻറ്റു വിഡ്ത്ത്. ഇനി കാര്യങ്ങൾ എളുപ്പമായി. കപ്പാസിറ്റി എന്താണ്? നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. 1,80,000 ആണ്. അതിനെ ഡിവൈഡ് ചെയ്യാം. എന്തുകൊണ്ട്? ലെങ്ത് ഇൻറ്റു വിഡ്ത്ത്, അതായത് 90 ഇൻറ്റു 40. സൈഡിൽ ചെയ്ത് നോക്കാം. 0 താഴെ 2 0 ആണുള്ളത് അല്ലേ? മുകളിൽ 2 0 നമുക്ക് വെട്ടിക്കളയാം. താഴെയുള്ള 9നെ നമുക്ക് വെട്ടാം. മുകളിൽ വരുന്നത് എന്താണ്? 18 ആണ്. അത് 2 ഇൻറ്റു 9 ആണ് 18 വരുന്നത് അല്ലേ? അപ്പോൾ 200 എന്ന് എഴുതാൻ കഴിയും. പിന്നീട് താഴെയുള്ളത് 4 ആണ് അല്ലേ? 4നെ നമുക്ക് വെട്ടാം. മുകളിൽ 200 ആണുള്ളത്. അതിന്റെ 20 എടുത്തു കഴിഞ്ഞാൽ എന്താണ്? 5 ഇൻറ്റു 4 ആണ് 20 അല്ലേ? അപ്പോൾ 20ൽ 5 പ്രാവശ്യമാണ് പോകുന്നത്. പിന്നെ ബാക്കി വരുന്ന 0 അവിടെ എഴുതാം. അപ്പോൾ കിട്ടുന്നത് 50 ആണ്. അപ്പോൾ ആൻസർ വരുന്നത് 50 സെന്റിമീറ്റർ ആയിരിക്കും. കാരണം ഉയരമാണ് കിട്ടിയിരിക്കുന്നത്. നാലാമത്തെ പ്രോബ്ലം ഒരു ചിത്രത്തിന്റെ സഹായത്തോടു കൂടി വളരെ എളുപ്പത്തിൽ നമുക്ക് സോൾവ് ചെയ്യാൻ കഴിയും. ഒരു പാത്രത്തിന്റെ അകത്തെ നീളം തന്നിരിക്കുന്നത് 80 സെന്റിമീറ്റർ ആണ് അല്ലെ? അപ്പോൾ ഈ വരച്ചിരിക്കുന്ന ചിത്രത്തില് അകത്തായിട്ട് നമുക്ക് 80 സെന്റിമീറ്റർ അടയാളപ്പെടുത്താം. പിന്നീട് എന്താണ് തന്നിരിക്കുന്നത്? വീതി എത്രയാണ്? 60 സെന്റിമീറ്റർ ആണ്. ഓക്കെ, ആ വീതി നമുക്കിവിടെ 60 സെന്റിമീറ്റർ അടയാളപ്പെടുത്തി വയ്ക്കാം. പാത്രത്തിന്റെ മൊത്തം ഉയരം എത്രയാണ് തന്നിരിക്കുന്നത്? 50 സെന്റിമീറ്റർ ആണ്. ഓക്കെ, 50 സെന്റിമീറ്റർ അടയാളപ്പെടുത്തി കഴിഞ്ഞു. ക്വസ്റ്റ്യനിൽ പിന്നീട് തന്നിരിക്കുന്നത് പാത്രത്തിലെ വെള്ളത്തിന്റെ അളവാണ്. അതായത് പാത്രത്തിൽ 15 സെന്റിമീറ്റർ ഹൈറ്റിലാണ് വെള്ളമുള്ളത്. കണ്ടുപിടിക്കേണ്ട എന്താണ്? പാത്രം നിറയാൻ എത്ര ലിറ്റർ വെള്ളം വേണം? കണ്ടുപിടിക്കേണ്ടത് ഫ്രീ ആയിട്ടുള്ള ഭാഗത്തിന്റെ കപ്പാസിറ്റിയാണ്. അപ്പോൾ കപ്പാസിറ്റി കാണുന്ന ഇക്വേഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം. ലെങ്ത് ഇൻറ്റു ഹൈറ്റ് ഇൻറ്റു വിഡ്ത്ത് ആണ്. ലെങ്ത് തന്നിരിക്കുന്നത് 80 സെന്റിമീറ്റർ ആണ്. വിഡ്ത്ത് തന്നിരിക്കുന്നത് 60 സെന്റിമീറ്റർ ആണ്. പാത്രം നിറയാനുള്ള വെള്ളത്തിന്റെ അളവ് കണ്ടുപിടിക്കാൻ എന്താണ് ചെയ്യേണ്ടത്? ഫ്രീ ആയിരിക്കുന്ന സ്പേസിന്റെ ഹൈറ്റ് കണ്ടാൽ മതി അല്ലെ? മൊത്തം ഹൈറ്റ് എത്രയാണ്? 50 സെന്റിമീറ്റർ ആണ്. അപ്പോൾ വെള്ളത്തിന്റെ ഹൈറ്റ് 15 സെന്റിമീറ്റർ ആണെങ്കിൽ 50ൽ നിന്ന് 15 കുറച്ചു കഴിഞ്ഞാൽ 35 സെന്റിമീറ്റർ. അതാണ് ഫ്രീ ആയി കിടക്കുന്ന ഭാഗം. കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. 80 ഇൻറ്റു 60 ഇൻറ്റു 35. 8 ഇൻറ്റു 6 വരുന്നത് 48 ആണ്. അപ്പൊ 48ന്റെ കൂടെ 2 0 ചേർക്കാം. ഇൻറ്റു 35. സൈഡിലായി 48 ഇൻറ്റു 35 കാണാം. അതിനുശേഷം 2 0 ചേർത്താൽ മതി. ഗുണന പട്ടികകൾ എല്ലാവരും നന്നായിട്ട് പഠിച്ചിരിക്കണം. എങ്കിൽ മാത്രമാണ് ഈ കണക്കുകൾ തെറ്റുകൂടാതെ ചെയ്യാൻ സാധിക്കുന്നത്. 48 ഇൻറ്റു 35 ചെയ്തപ്പോൾ 1680 കിട്ടി. ഇനി എന്താണ്? 2 0 അവിടെ ചേർക്കണം അല്ലെ? അപ്പോൾ കിട്ടുന്നത് 1,68,000 ക്യൂബിക് സെന്റിമീറ്റർ ആണ്. നമുക്കറിയാം 1 ലിറ്റർ എന്ന് പറഞ്ഞാൽ 1000 ക്യൂബിക് സെന്റിമീറ്റർ ആണ്. നമുക്ക് ആൻസർ കിട്ടിയിരിക്കുന്നത് ക്യൂബിക് സെന്റിമീറ്റർ ആണ്. അതിനെ ലിറ്ററിലേക്ക് മാറ്റി എഴുതണം. അതിനുവേണ്ടി 1,68,000നെ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇവിടെ 3 പൂജ്യങ്ങൾ മുകളിലും താഴെയുമുണ്ട്. അത് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 168 ലിറ്റർ എന്ന് കിട്ടും. പഞ്ചായത്ത് ഒരു കുളം നിർമ്മിക്കാൻ തീരുമാനിച്ചു. 20 മീറ്റർ നീളത്തിലും 15 മീറ്റർ വീതിയിലും 2 മീറ്റർ ആഴത്തിലുമാണ് അത് നിശ്ചയിച്ചിരിക്കുന്നത്. പക്ഷെ എന്താണ്? അതിൽ 1.5 മീറ്റർ മാത്രമാണ് വെള്ളം നിറയ്ക്കുന്നത്. ലെങ്ത് വരുന്നത് 20 മീറ്റർ ആണ്. വീതി വരുന്നത് 15 മീറ്റർ ആണ്. പിന്നെ ഹൈറ്റ് എന്ന് പറയുമ്പോൾ ആഴം തന്നെയാണ് ഹൈറ്റ് അല്ലെ? ഹൈറ്റ് എത്രയാണ്? 2 മീറ്റർ ആണ്. പക്ഷെ 2 മീറ്റർ നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ല. 2 മീറ്റർ ഹൈറ്റ് ഉണ്ടെങ്കിലും നമുക്ക് എടുക്കേണ്ടത് 1.5 മീറ്റർ മാത്രമാണ്. ഈ 2 മീറ്ററിന്റെ ആവശ്യമില്ല. അതിന് പകരമായിട്ട് 1.5 മീറ്റർ ഹൈറ്റ് ആണ് നമുക്ക് കാണേണ്ടത്. അതായത് 1.5 മീറ്റർ. ഇങ്ങനെ വെച്ചിട്ട് വേണമെങ്കിലും നമുക്ക് ചെയ്യാം. 1/2 എന്ന് പറഞ്ഞാൽ എന്താണ്? 1 ഇൻറ്റു 2 2
2 + 1/2 അതായത് 3/2 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് 1.5 മീറ്റർ ഹൈറ്റിലുള്ള ടാങ്കിന്റെ കപ്പാസിറ്റി അറിഞ്ഞു കഴിഞ്ഞാൽ അതിൽ എത്ര ലിറ്റർ വെള്ളം നിറയ്ക്കണമെന്ന് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ കഴിയും. ഇവിടെ എന്തായിരിക്കും വരുന്നത്? 20 × 15 × 3/2 അതായത് 1.5 നമ്മൾ 3/2 എന്ന് മാറ്റി എഴുതി. 1.5 വെച്ച് നമുക്ക് ചെയ്യാൻ കഴിയും. പക്ഷെ കുറച്ചുകൂടി ഈസി ഇങ്ങനെയാണ്. സൈഡിലായിട്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. താഴെ 2 ആണുള്ളത് അല്ലെ. 20നെ വെട്ടിക്കഴിഞ്ഞാൽ എത്രയാണ്? 10 വരും. അപ്പോൾ ആൻസർ കിട്ടാൻ വേണ്ടി 10 × 15 × 3 കണ്ടാൽ മതി. ഇവിടെ എന്താണ്? 15 × 3 ആണ് കാണേണ്ടത്. 10ന് എന്ന് പറയുക 10 കൊണ്ട് ഗുണിക്കാൻ നിൽക്കേണ്ട, ഒരു 0 അവിടെ ചേർത്താൽ മതി. അപ്പോൾ 15 × 3 എത്രയാണ്? 45 ആണ്. ഒരു 0 കൂടി ചേർത്താൽ 450 കിട്ടും. അപ്പോൾ എന്താണ്? 450 ക്യൂബിക് മീറ്റർ അല്ലെങ്കിൽ 450 ഘനമീറ്റർ. ഒരു ക്യൂബിക് മീറ്റർ എന്ന് പറഞ്ഞാൽ 1000 ലിറ്റർ ആണ്. ഇത് ഒരിക്കലും മറന്നു പോകരുത്. കാരണം കണക്കിന്റെ പല ഭാഗങ്ങളിൽ ഇത് ഉപയോഗിക്കേണ്ടി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 450 × 1000 അത്രയും ലിറ്റർ ആയിരിക്കും 1.5 മീറ്റർ ഹൈറ്റിൽ നിറയ്ക്കാൻ വേണ്ടി വരുന്നത്. 450നെ 1000 കൊണ്ട് ഗുണിക്കാൻ വളരെ ഈസി അല്ലേ? മനക്കണക്കായിട്ട് ചെയ്യാം. 450 കഴിഞ്ഞ് 3 0 ചേർത്താൽ മതി. അതിനുശേഷം ലിറ്റർ എന്ന് എഴുതാം. എല്ലാ കൂട്ടുകാരും നിർബന്ധമായിട്ട് ചെയ്തിരിക്കേണ്ട ഒരു കാര്യം, ആദ്യം നിങ്ങൾ ഈ വീഡിയോ കണ്ടു മനസ്സിലാക്കുക. അതിനുശേഷം വീഡിയോയുടെ സഹായമില്ലാതെ സ്വന്തമായിട്ട് ചെയ്തു നോക്കുക.